ഇനി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ബജറ്റിൽ പരിഗണന ലഭിച്ചില്ല എന്ന CPI മന്ത്രിമാരുടെ പരാതി പരിഹരിക്കാൻ CPI-എമ്മിൽ തിരക്കിട്ട നീക്കം. വലിയ പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോയെങ്കിലും പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അവഗണന മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണിയിലും അവതരിപ്പിക്കാൻ CPI ഒരുങ്ങുന്നുവെന്നും തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ ബജറ്റിന് പിന്നാലെ അത് LDF-ന്റെ കെട്ടുറപ്പിനെ ആകെ ബാധിക്കുന്ന നിലയിലൊരു വിവാദമായി വന്നിരിക്കുകയാണ് CPI മന്ത്രിമാരുടെ അവഗണന. പ്രത്യേകിച്ചും ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, കൃഷി, ക്ഷീരവികസന വകുപ്പുകൾ, ഈ വകുപ്പുകൾ അത് CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ വകുപ്പുകളെ വേണ്ടത്ര പരിഗണിച്ചില്ല. മറ്റ് ഘടകകക്ഷികൾക്ക് കിട്ടുന്ന വകുപ്പുകൾക്ക് കിട്ടുന്ന അത്ര പരിഗണന പോലും ഈ വകുപ്പിനുണ്ടായില്ല എന്നുള്ളതാണ് CPI-യുടെ പ്രധാന പരാതി. ഇന്നലെ CPI-യുടെ ചില മന്ത്രിമാർ അത് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. മന്ത്രിമാരായ GR അനിലും J ചിഞ്ചുറാണിയുമാണ് ഇത്തരത്തിൽ അത് പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടമാക്കിയത്. അതേസമയം ഇത് കൂടുതൽ വഷളാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് CPI-എം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അത് ഈ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിലെങ്കിലും അതല്ലെങ്കിൽ സപ്ലൈകോയെങ്കിലും സഹായിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. അതിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിലയിൽ തുക കണ്ടെത്തി സപ്ലൈകോക്കായി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഭക്ഷ്യവകുപ്പിനെയും ഒപ്പം തന്നെ കൃഷി വകുപ്പിനെയും ഒപ്പം ഈ ക്ഷീരവകുപ്പിനെ അവരുടെയൊക്കെ പരാതികളെ പരിഗണിക്കാമെന്നൊരു ഉറപ്പുകൂടി നൽകാമെന്നുള്ളതാണ് CPI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പരമാവധി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ CPI മന്ത്രിമാരെയും CPI-യെയും ചൊടിപ്പിക്കേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിലപാട്. മുൻപായിരുന്നെങ്കിൽ ഈ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ കാനം രാജേന്ദ്രൻ ഇടപെട്ട് അത് ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ട് നിന്നേനെ. ഇപ്പോൾ അങ്ങനെയല്ല. CPI-യുടെ നിലപാട് ബിനോയ് വിശ്വം, പുതിയ സംസ്ഥാന സെക്രട്ടറി, വളരെ കൃത്യമായി തന്നെ പറയുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ആ നിലയിൽ തന്നെ മന്ത്രിമാർ തന്നെ പരസ്യമായി രംഗത്തെത്തിയത്. കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക്, കൂടുതൽ വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ LDF ആകെ ലക്ഷ്യം വെക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബാധിക്കുമെന്നതിന്റെ നിലയിലാണ് അത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് CPI-എം എത്തുന്നത്. ഡൽഹി സമരം കഴിഞ്ഞ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കും. അടുത്ത പാർട്ടി മീറ്റിംഗിലും അത് സംബന്ധിച്ച് സംസാരിക്കും. അതിനുശേഷം LDF യോഗത്തിൽ ഇക്കാര്യത്തിൽ CPI മന്ത്രിമാർക്ക് ഉറപ്പ് നൽകാം എന്നുള്ളതാണ് CPI-എം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ്.